ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇവിടെ സ്മാർട്ട് റോഡ് നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെങ്ങും എത്തിയില്ല. ഞാൻ നിരന്തരമായി നിങ്ങളോട് അതേപ്പറ്റി വിശേഷങ്ങൾ പറയാറുമുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മിക്കയിടത്തും റോഡിൽ കുഴി തന്നെ. പിന്നെ ഇന്നലെ മഴ കൂടി പെയ്തതോടെ കാൽനട യാത്ര പോലും അസാധ്യമാവുന്ന തരത്തിൽ ദുരിതത്തിലായി നാട്ടുകാർ. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് അമൽ. പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഇതേപ്പറ്റി ഒരുപാട് തവണ പറഞ്ഞതാണ്, ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്തതാണ്. അങ്ങനെ ചളകുളമായി കിടക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താണിപ്പോ? തിരുവനന്തപുരത്ത് ഇന്നലെ വരെ പൊടിശല്യമായിരുന്നു. മുഴുവൻ റോഡുകളും അത്യാവശ്യം കൊള്ളാവുന്ന റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അതൊന്നും നന്നാക്കി തീർന്നിട്ടില്ല. പൊളിച്ചിടൽ മാത്രമാണ് പലയിടങ്ങളിലും നടക്കുന്നത്. പറഞ്ഞ സമയപരിധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ഒരു മഴ കൂടി പെയ്തതോടെയാണ് പ്രതിസന്ധി ഇരട്ടിയായത്. നമ്മൾ വരുന്ന വഴികളിലെല്ലാം മോത്തി വന്ന വഴികളിൽ എത്രത്തോളം പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി കാണും. ഇന്നലെയൊക്കെ കുഴിച്ചിട്ടിരുന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ അത് കുളമാണ് എന്ന് പറയേണ്ടി വരും. എല്ലാ കുഴികളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇനി ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ വെള്ളം വലിയേണ്ട അവസ്ഥയുണ്ട്. ഇന്നലെ വണ്ടിയുമായി പോകാനാണ് ബുദ്ധിമുട്ട് എങ്കിൽ ഇപ്പോൾ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ പല വഴിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ ഈ കാണുന്ന പൈപ്പിലൂടെയൊക്കെ ഇനി ഇട്ടു പോകേണ്ടത് ഇലക്ട്രിക് പൈപ്പുകൾ ഈ ലൈനുകൾ അടക്കമുള്ളവയാണ്. അതിനാൽ തന്നെ ഈ വെള്ളം വലിയാതെ ഇനി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാത്രമല്ല ചെറിയ സ്ഥലത്തുകൂടിയാണ് പല സ്ഥലങ്ങളിലും ആളുകൾ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത്. വലിയ വാഹനങ്ങൾ കടന്നു പോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. അത് ഈ ഇടറോഡുകളൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ പ്രധാനപ്പെട്ട റോഡുകളടക്കം അങ്ങനെയാണ്. ഈ വരുന്ന വഴികളിലൂടെ ഇതിപ്പോൾ വഞ്ചിയൂരിൽ നിന്ന് കിടക്കുന്ന വഴിയാണ്. ഈ പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനായി നമുക്ക് തിരുവനന്തപുരത്ത് അധികം ദൂരത്തേക്കൊന്നും പോകേണ്ടതില്ല. നമ്മുടെ ഓഫീസൊക്കെ ഇരിക്കുന്ന വഞ്ചിയൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലൂടെയുള്ള റോഡുകളിൽ എല്ലായിടങ്ങളിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇത് ഒക്കെ പൊളിച്ചിട്ട് ഈ റോഡിലേക്ക് പണി തുടങ്ങിയിട്ട് കുറെ അധികം കാലമായി. പക്ഷേ ആ പണി ഒരു ദിവസവും തീരുന്നില്ല എന്നുള്ളതാണ്. നടന്നു പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പണി ഇത് എപ്പോഴത്തേക്ക് തീരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്? ഇനി ഇത് എപ്പോഴത്തേക്ക് തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? ഓർക്കുന്നുണ്ടാകും, ഒരു ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പൊങ്കാല കഴിയുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട അധികാരികൾ പറഞ്ഞിരുന്നത് പൊങ്കാലയ്ക്ക് മുൻപ് ഈ പണികളെല്ലാം പൂർത്തിയാക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഭക്തർക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഈ റോഡുകളെല്ലാം റെഡിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിനു മുൻപ് ഇത് തീർക്കേണ്ടതായിരുന്നു. കരാറുകാർ ഈ റോഡ് ആദ്യം കരാർ എടുത്ത ആൾ ഇട്ടിട്ട് പോയി. പിന്നീട് മറ്റു പല ആളുകളെയും കരാർ ഏൽപ്പിച്ചു. അങ്ങനെയൊക്കെ ചില പ്രതിസന്ധികളൊക്കെ വന്നിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇത് തീരുമെന്ന് പറയുന്ന സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോകുന്നു. പക്ഷേ അതിനുശേഷം ഈ 23, അതായത് ഇന്ന് ഇതിൻ്റെ പണി പൂർണ്ണമായും പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ മാതൃഭൂമി ന്യൂസിൽ ഒരു ചർച്ചയിൽ ഒരു ദിവസം വന്നിരുന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ആ ദിവസവും തീരുന്നില്ല. ആരുടെയെങ്കിലും ഒരാളുടെ പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണാൻ കഴിയില്ല. ഇതിൻ്റെ കരാർ എടുത്തിരിക്കുന്നത് പല ആളുകളാണ്. ഈ റോഡ് കുഴിയെടുക്കാൻ ഒരാളെ കരാറേൽപ്പിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ പൈപ്പിടാൻ മറ്റൊരാൾ, അങ്ങനെ അത്തരത്തിൽ ഏതായാലും അങ്ങനെ പണിതിട്ടും പണി തീരാത്ത ഒരു സംവിധാനമായി തിരുവനന്തപുരത്തെ റോഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയാണ് ശരി, തിരുവനന്തപുരം നിവാസികളൊക്കെ സഹിച്ചു. പക്ഷേ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി ഇങ്ങനെ അന്തമില്ലാതെ നീണ്ടുകൊണ്ടിരുന്നാൽ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ പെട്ട് ഉഴലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.